ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഉമ്മാൻ്റെ ഒരു സ്പെഷ്യലാട്ടോ, അതായത് പയറിൻ്റെ ഇലത്തോരനാണ്. നമ്മളെ കാഴ്ച ശക്തി കൂട്ടാനൊക്കെ ഇത് നല്ലോണം യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പയറിൻ്റെ തളിരില നോക്കുക. നമ്മൾ അതിൻ്റെ ഒരു ഇതുപോലെ ഇളം പച്ച കളറിലാവട്ടോ തളിരില, മറ്റേത് നല്ല ഡാർക്ക് പച്ചാവും. അപ്പോൾ ഈ ഇളം ഇല മാത്രം എന്ത് ചെയ്യുക, നുള്ളിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ ഒരു കമ്പ് ഇതുപോലെ ആവണ വിധത്തിൽ എന്ത് ചെയ്യുക, വെള്ളത്തിൽ നല്ലോണം കഴുകിയിട്ട് ഇതുപോലെ എടുക്കട്ടോ. എന്നാലുള്ളത് അരിഞ്ഞെടുക്കാനൊരു സുഖം വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ കട്ടിംഗ് ബോർഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക. പക്ഷേ പണ്ടില്ലോല് ഇതുപോലെ ഇട്ടാൽ കട്ട് ചെയ്യുക. അതിങ്ങനെ പിടിച്ച് അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അത് കാണാൻ അതിനൊരു വേറൊരു രസമുണ്ട്. നമ്മൾ കട്ടിംഗ് ബോർഡും വേണം, നമുക്കിപ്പോൾ ഇങ്ങനെയൊന്നും അരിയാൻ കഴിയില്ല. അപ്പോൾ ഇത് ചെറുതാക്കിയിട്ട് വേണം അരിഞ്ഞെടുക്കാൻ കേട്ടോ. ഇതുണ്ടോ, ഇതുപോലെ ഇങ്ങനെ സൈഡ് ഇങ്ങനെ ചെത്തി എടുക്കട്ടോ ചെയ്യാം. അപ്പോൾ അതൊക്കെ ചെത്തി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എന്താ ഒരു അര കുക്കറോളം ചെത്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുക്കറിലിട്ട് കൊടുക്കുക. കുക്കറിലിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഉപ്പ് ഈ ടൈമിൽ നമ്മൾ ഇട്ട് കൊടുക്കില്ല. ഉപ്പിടുന്ന ടൈം നമ്മളിത് വേവിച്ചിട്ടാണ് ഉപ്പിടുന്നത്. അപ്പോൾ കുക്കറിലിട്ടിട്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടിയും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, മൂടി വെച്ചിട്ട് 2 വിസിൽ, ഒരുപാട് വിസിൽ അടുപ്പിക്കരുത്, വെറും 2 വിസിൽ അടുപ്പിച്ചിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഇത് ഇലക്കെ വെന്തിട്ട് ഞാൻ വേറെ പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം ഇലക്കഥ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നല്ലോണം ചൂടാറണം. അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തിയിട്ടതാട്ടോ. ഇനി കുറച്ച് തേങ്ങ, ചെറിയ ഉള്ളി, കാന്താരി മുളക് കേട്ടോ. പച്ചമുളക് അടുക്കുക, കാന്താരി മുളക് ഉണ്ടെങ്കിൽ ബെസ്റ്റാണ്. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ക്രഷ് ചെയ്തെടുക്കുക. ഇപ്പോഴാണ് നമ്മൾ ഉപ്പിട്ട് കൊടുത്തത് കേട്ടോ. അതായത് ചൂടാറിയതിന് ശേഷം മാത്രമേ ഉള്ളൂ അതിൽ ഉപ്പിട്ട് കൊടുത്ത്. പിന്നെ നമ്മൾ ചിരകിയെടുത്ത തേങ്ങ അതിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ല ആരോഗ്യ ഗുണമുള്ളതും നമ്മളെ കണ്ണിനൊക്കെ കാഴ്ച കിട്ടാനൊക്കെ വളരെയധികം യൂസാണ്. ഇപ്പോഴത്തെ മക്കൾക്കൊന്നും ഇതൊന്നും അറിയില്ല. അതായത് കുറച്ചൊക്കെ ഒരു പ്രായമുള്ള ഒരു വീട്ടിലുണ്ടെങ്കിലുള്ളൂ നമ്മളിതൊക്കെ കഴിക്കുക. അപ്പോൾ എല്ലാവരും ഇപ്പോൾ പയറിൻ്റെയും പച്ചക്കറിൻ്റെയൊക്കെ സീസണാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ. അപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയാക്കി വെക്കൊണ്ട് കേട്ടോ. പിന്നെ തേങ്ങ ചതക്കുമ്പോൾ എപ്പോഴും ഒന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ. എന്നാലുള്ളൂ ആ ഉള്ളിയും ആ ഒരു ചീനമുളകൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുക. അപ്പോൾ ഇതുണ്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ട് കേട്ടോ.